സാർ പിന്നെ YMCA ഇന്ന് യൂണിവേഴ്സൽ സെൻറ്റർ ഇന്ന് ഞങ്ങൾ ഇന്നലെ അതും ഞങ്ങൾ കണ്ടു. കാരണം എന്ന് വെച്ചാൽ അഹമ്മദാബാദിലെ അതെനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സെൻറ്ററായിട്ട് മാറാൻ പോവുക YMCA ഇതുപോലൊരു സെൻറ്റർ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്ര കോടി രൂപയുടെ പ്രോജക്റ്റാണ് സാർ? സാർ അഹമ്മദാബാദ് YMCA പ്രസിഡന്റും കൂടിയാണ്. ആക്ച്വലി ഇറ്റ് ഈസ് മൈ ക്രിയേഷൻ. YMCA ലീഡേഴ്സ് 1989 ഇവിടെ വന്ന് എന്നെ പ്രസ് ചെയ്ത് എന്നോട് പറഞ്ഞ് ഞങ്ങളോട് YMCA സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. അന്ന് കാലത്ത് അവർ വളരെയധികം പ്രോത്സാഹനങ്ങളൊക്കെ പ്രോമിസ് ചെയ്തു, സപ്പോർട്ട് ചെയ്യുക അതൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ തുടങ്ങിയത്. ഞാൻ തന്നെ എൻ്റെ സ്വന്തം പൈസ കൊടുത്ത് ഈ നിങ്ങൾ കാണുന്ന സ്ഥലം ഞാൻ മേടിച്ചതാണ്. എക്സ്പെക്റ്റിംഗ് YMCAക്കാർ തരുമെന്ന് വിചാരിച്ച്. പക്ഷേ സംഭവം ദാറ്റ് ഡിഡ് നോട്ട് ഹാപ്പൻ. സോ ഓൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ തന്നെ ചെയ്തത്. 1991 ആ സ്ഥലം 11 ഏക്കർ സ്ഥലം മേടിച്ചത്. ഇന്ന് അതിൻ്റെ സ്ഥലം മാത്രം ഒരു കുറഞ്ഞൊരു 400 കോടി വില കിട്ടും. അമ്മാതി സ്ഥലമാണ്. ആക്ച്വലി വൈബ്രന്റ് ഗുജറാത്തിൽ ഓൾസോ ഞങ്ങളും MOU സൈൻ ചെയ്തല്ലേ? അതൊരു പ്രോജക്റ്റാണ്. CMന്റെ സൈൻ ചെയ്ത് മേടിച്ചു. അതായത് വി ആർ ഗോയിങ് ടു ഹാവ് ടൂറിസം ആൻഡ് ഹോട്ടൽ പ്രോജക്റ്റ് ആണ്. അതാണ് നിങ്ങൾ ഇന്നലെ അവിടെ കണ്ടത്. വെരി ബിഗ് പ്രോജക്ട് കമ്മിങ് അപ്പ്. Totally this project is going to be about 750 crores, including this tourism and hotel. Both the projects put together, the total investment will come 750 crores over a period. അതുകൊണ്ടാണ് ഞങ്ങൾ ആ MOU സൈൻ ചെയ്തിരിക്കുന്നത്. ഈ YMCA ഇന്ത്യയിലല്ല, ഇവൻ ഏഷ്യയിൽ ഇത്രയും വലിയൊരു YMCA കാണാൻ കഴിയില്ല, ഇപ്പോഴത്തെ നിലയ്ക്ക് കാണാൻ സാധിക്കില്ലെന്നാണ്. തീർച്ചയായും അത് അത്രയും രീതിയിലുള്ള വലിയൊരു പ്രോജക്റ്റാണ്. അതുപോലെ ഞങ്ങളൊരു ഇന്റർനാഷണൽ ആർക്കിടെക്റ്റിനെ എൻഗേജ് ചെയ്തിട്ടാണ് അത് ചെയ്തത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് ഡിസൈൻ ചെയ്തിട്ട് പ്രൊഫഷണൽ ആൾക്കാരെ കൊണ്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. ഈ നിങ്ങൾ ഈ കണ്ട് ഈ പണി നടക്കുന്നത് കഴിഞ്ഞ കൊല്ലം മെയ് 5-ാം തീയതിയാണ് കൺസ്ട്രക്ഷൻ തുടങ്ങിയത്. 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. അത് കണ്ടു. കാരണം വളരെ ഫാസ്റ്റ് ഒരു 7 months ഫാസ്റ്റസ്റ്റ് 600 ആൾക്കാർ അവിടെ 24 hours വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇനി എന്ന് സാർ അതൊരു കംപ്ലീഷൻ നൗ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞു. ഇന്റീരിയറൊക്കെ ഞങ്ങൾ ഇനി പ്ലാൻ ചെയ്യാണ്. മിക്കവാറും ബൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ദിസ് ഇയർ ഇറ്റ് വിൽ ബി ഓപ്പറേഷണൽ. തീർച്ചയായും ആവുന്ന രീതിയിൽ എല്ലാ സംവിധാനങ്ങളും അറിയാം. ഇത് കാരണം വെച്ചാൽ വളരെ ഫാസ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുക. കാരണം വെച്ചാൽ വളരെ ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഒക്കെ അതിൻ്റെ ഇത് കണ്ടപ്പോൾ തന്നെ വളരെ നന്നായിരിക്കുന്നുണ്ട്. UK എന്നാണ് സാർ ആർക്കിടെക്ട്? UK എന്നാണ്. കാര്യം വെൽ ടീമാണ് അത് പിറകെ നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ്റെ രംഗത്തും ഞങ്ങളുടെ YMCA ഈസ് വെരി പോപ്പുലർ ഇൻ അഹമ്മദാബാദ് ബിക്കോസ് ഞങ്ങൾ വളരെ ആക്ടിവിറ്റീസ്, കൾച്ചറൽ ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി ഗുജറാത്തിലെ ഏറ്റവും വലിയ ഫെസ്റ്റിവലാണ് നവരാത്രി, ഗർബ ഡാൻസ് പ്രോഗ്രാം 9 nights. ഞങ്ങളുടെ YMCA നവരാത്രി പ്രോഗ്രാം ഈസ് അത്ര പോപ്പുലറാണ്. എല്ലാവരും അവിടെ കൂടും. ഈ 9 nights-ലും കുറഞ്ഞ ഒരു 30,000-40,000 ആൾക്കാർ വരും അവിടെ ഈ ഗർബ ഡാൻസ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ചീഫ് മിനിസ്റ്റർ ഓൾസോ കംസ് എവറി ഇയർ. വലിയൊരു so that YMCA is so popular and it is a landmark. People know it. അപ്പോൾ ഈ നവരാത്രി വരാൻ പോകുന്നത് ഈ വർഷം it will be in September, October. ആ സമയത്ത് ഫംഗ്ഷൻ അത്രയും നടത്തും. വളരെ വലിയൊരു ഫംഗ്ഷൻ ആയിട്ടാണ്. അതുപോലെ ഞങ്ങൾ വലിയ വലിയ മ്യൂസിക്കൽ നൈറ്റ്സും അതൊക്കെ നടത്തിയിട്ടുണ്ടല്ലേ സാർ? കാരണം ഒരു നല്ലൊരു ഹാളും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉള്ള ഒരു ഫുള്ളി ഒരു 7-star ഹോട്ടലിൻ്റെ ഫെസിലിറ്റീസാണ് കൊടുക്കുന്നത്. പിന്നെ അതുകൂടാതെ സാർ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ സാറ് ഒരു സാരഥിയും കൂടിയാണ്. ഗുജറാത്തിലെ അതിൻ്റെ ചെയർമാനാണ്. അതിനെ സാറ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. മലയാളികളുടെ ഒരു കൂട്ടായ്മ. തീർച്ചയായും സാർ ഒരു ഹാഫ് മലയാളി ഹാഫ് ഗുജറാത്തിയാണ്. ഇപ്പോൾ തീർച്ചയായും ഒരു മലയാളി ജനിച്ച നാടും മലയാളവും
ഒരു മലയാളി പോലും ഇത്ര നന്നായിട്ട് ഇത്രയും വർഷമായിട്ട് മലയാളം വിട്ട് കേരളം വിട്ട് സാർ ഇത്രയും നാളുമായിട്ടും അന്യ സംസ്ഥാനത്ത് നിൽക്കുമ്പോൾ പോലും ആ മലയാളം പറയുന്നത് പോലും വളരെ നല്ല ഉച്ചാരണ ശുദ്ധിയോടുകൂടിയാണ് സാർ സംസാരിക്കുന്നത്. തീർച്ചയായും, കാരണം ആ ജന്മനാട്. കാരണം വെച്ചാൽ മലയാളം ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് സംസാരിക്കാൻ ഒരു സാഹചര്യം ഇല്ല പിടിപ്പാണ്. തീർച്ചയായും ഇല്ല, കാരണം സാറിന്റെ ഫാമിലി പോലും സാർ സംസാരിക്കുന്നത് ഹിന്ദിയും ഗുജറാത്തിയും ഇംഗ്ലീഷും. My son was also away. He studied in Rajkot, Rajkumar. അതെ അതെ. Actually, my son is married to a Gujarati girl. അതെ ശരി. My daughter is married to a Gujarati Jain boy. സാറിന്റെ ഫാമിലി രണ്ടുപേരാണോ സാർ? ഒരു മകനും ഒരു മകളുമാണ്. മാഡം വീട്ടിൽ തന്നെ കൊല്ലത്തു നിന്നാണോ സാറ്? നാട്ടിൽ നിന്ന് പോകാൻ കഴിച്ചു. തീർച്ചയായും സാർ, വേൾഡ് മലയാളി കൗൺസിൽ, കാരണം മലയാളികൾ ഈ ലോകത്തെ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം മലയാളികൾ എവിടെ ചെന്നാലും ഒരു കൂട്ടായ്മ ഉണ്ടാവും. മലയാളികൾക്ക് എന്ത് പ്രശ്നത്തിനും സാറ് മുന്നിൽ ഉണ്ടാവാറുണ്ട്. തീർച്ചയായും വേൾഡ് മലയാളി കൗൺസിലിനെ കുറിച്ച് സാർ ഒന്ന് പറയാമോ? അത് ഈ കുറച്ച് 2 ആഴ്ച മുമ്പ് വേൾഡ് മലയാളി കൗൺസിലെ ഒരു വലിയൊരു പ്രവർത്തകൻ പൂനെയിൽ നിന്ന് ഇവിടെ വന്നായിരുന്നു. മോഹൻ നായർ എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ഇൻഡസ്ട്രിയലിസ്റ്റാണ് പൂനെയിൽ. അദ്ദേഹം ഇവിടെ വന്ന് വേറെ ഒരു കാര്യത്തിന് ഇവിടെ വന്ന് എന്നെ കണ്ടു. എന്നോട് പറഞ്ഞതുപോലെ ഈ വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഞങ്ങൾക്ക് ഗുജറാത്ത് സ്റ്റാർട്ട് ചെയ്യണം, അപ്പോൾ സാർ അതിൻ്റെ ഒന്ന് നേതൃത്വം എടുത്ത് വരണം. ഞാൻ ആദ്യം വളരെയധികം ക്ഷമായാലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ കാര്യങ്ങൾ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, എന്നെക്കൊണ്ട് സമയം തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ വളരെ അത്രമാത്രം റെസ്പോൺസിബിലിറ്റി ശ്രമിച്ചു. പക്ഷേ അടുത്ത ദിവസം എഗെയിൻ മോഹൻ നായർ ഇവിടെ വന്നെന്നോട് ഇവിടുത്തെ തന്നെ വരെ 3-4 മലയാളികളെ കൂടെ കൊണ്ടുവന്ന് പറഞ്ഞെന്ന് പറഞ്ഞു, സാറ് തന്നെ ഇതിന് നേതൃത്വം എടുക്കണമെന്ന് നിർബന്ധിച്ച് അങ്ങനെയാണ് അതിൻ്റെ പ്രോവിൻസിൻ്റെ മലയാളി കൗൺസിൽ വേൾഡ് മലയാളി കൗൺസിൽ ഫോം ചെയ്തത്. അതിൻ്റെ ചെയർമാനായിട്ട് തന്നെ അവർ തിരഞ്ഞെടുക്കുകയായിരുന്നു. അനദർ ഇൻഡസ്ട്രീസ് ഫ്രം ബറോഡ, മോഹൻ നായർ ഈസ് ദി പ്രസിഡൻറ്റ്. അങ്ങനെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ അടുത്ത മീറ്റിംഗ് അടുത്ത മാസം ബറോഡയിൽ വെച്ച് ചെയ്യും. തീർച്ചയായും അതിനുശേഷം ഞങ്ങൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഒക്കെ തുടങ്ങും. കാരണം അത് നമുക്ക് വളരെ പ്രതീക്ഷിക്കാം. കാരണം അവർക്കറിയാം സാർ അത് നേതൃത്വ നിരയിൽ വന്നു കഴിഞ്ഞാൽ വേൾഡ് മലയാളി കൗൺസിലും, കാരണം ഒരു ഏഷ്യ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പോലെ, കാരണം ഒരു സൊസൈറ്റിക്ക്, കാരണം ഒരു സമൂഹത്തിന് വേണ്ട നന്നായിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾക്ക് സാർ നേതൃത്വം കൊടുക്കുമെന്നുള്ള കാര്യം അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് സാറിനെ നേതാവായി അവർ അംഗീകരിച്ചതും. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങളാണ് സാർ മനസ്സിൽ അങ്ങനെ ഒരു വേൾഡ് മലയാളി കൗൺസിലിലെ ഇന്നത്തെ മലയാളികളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്തൊക്കെയാണ് സാറ് ചെയ്യാനുള്ളത്? വേൾഡ് മലയാളി കൗൺസിലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എല്ലാ മലയാളികളെയും ഒറ്റ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരിക, അതായത് ഹെൽപ്ഫുൾ ആകുക. ഇപ്പം എന്നെ പോലുള്ള വേറെ ബിസിനസ്സുകാരുണ്ട്, അപ്പോൾ അവരുമായി ടച്ചിലിരിക്കുക, അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാമോ, അവർക്ക് എന്തെങ്കിലും ഗൈഡ് ചെയ്യാമോ, ഇമാതിരി കാര്യങ്ങൾ എല്ലാ മലയാളികളെയും കൊണ്ടുവരാം. ഇറ്റ് ഈസ് നോട്ട് ഒരു സമാജ പ്രവർത്തനം മാതിരിയല്ലത്. തീർച്ചയായും ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ലെവൽ. മനസ്സിലായില്ല. ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവരെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന ഒരു കോർഡിനേഷൻ ഉണ്ടാക്കുക. തീർച്ചയായും നമ്മുടെ മലയാളം ആൾക്ക് എല്ലാ രീതിയിലുള്ള എന്ത് സാഹചര്യങ്ങൾ ചെയ്തു കൊടുക്കാമോ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ